ലോകവ്യാപാരത്തിന്റെ നിർണായക സിരയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഇറാൻ തങ്ങളുടെ ആഗോള പ്രസക്തി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കേവലം ഒരു വഴി തുറക്കലല്ല, മറിച്ച് കടലിടുക്കുകളിലെ പൂർണ്ണമായ അധികാരം ഇറാന്റെ കൈകളിലാണെന്ന കൃത്യമായ മുന്നറിയിപ്പാണ്. നിർദ്ദിഷ്ട പാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അനുവാദമുണ്ടാകൂ എന്നും ഇറാന്റെ നിയമങ്ങൾ പാലിച്ച് മാത്രമേ ഗതാഗതം സാധ്യമാകൂ എന്നും ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയതോടെ സമുദ്രപാതയിലെ ഇറാന്റെ ആധിപത്യം പൂർണ്ണമായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടി നൽകിക്കൊണ്ട് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് മേഖലയിലെ രാജ്യങ്ങളാണെന്നും സോഷ്യൽ മീഡിയ അല്ലെന്നും ഇറാൻ തുറന്നടിച്ചു. ഈ മാസ് മറുപടി ഇറാന്റെ നയതന്ത്ര കരുത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ ജലപാത വീണ്ടും അടയ്ക്കുമെന്ന ഇറാന്റെ കർശന നിലപാട് അമേരിക്കയെ പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിദേശ സൈനിക കപ്പലുകൾക്കുള്ള നിരോധനം തുടരുമെന്ന് സൈനിക വൃത്തങ്ങൾ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ ഇറാന്റെ അനുവാദമില്ലാതെ ഒരു നീക്കവും സാധ്യമല്ലെന്ന് ഉറപ്പായി. സമാധാന കരാറിലെത്താൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിക്കുമ്പോഴും തങ്ങളുടെ ആണവ നിലപാടുകളിലോ അവകാശങ്ങളിലോ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. ഇറാൻ ആണവ വസ്തുക്കൾ ഉപേക്ഷിക്കുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമെന്ന് അവർ വീണ്ടും പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താതെ ആഗോള വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്ന ഇറാന്റെ ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാന്റെ അപ്രമാദിത്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം നിലനിർത്തുന്നതിലൂടെ തങ്ങൾ തന്നെയാണ് ഈ മേഖലയിലെ യഥാർത്ഥ ബോസ് എന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും സ്വന്തം മണ്ണിലും കടലിലും ഇറാന്റെ കരുത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായി തുടരുകയാണ്. ഇറാന്റെ ഈ ചാണക്യതന്ത്രം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്.